ഹായ്, ഞാൻ ധന്യ. ഇഞ്ചിമിഠായിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ ഗാർഡനിങ് ടെക്നിക്കുമായിട്ടാണ്. ഗാർഡനിങ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ കൊക്കഡമോ എന്ന് പറയുമ്പോൾ ഒരു പുതിയ ഗാർഡനിങ് കൺസെപ്റ്റ്. അപ്പോൾ ജാപ്പനീസ് ടെക്നോളജിയാണിത്. ജാപ്പനീസ് ടെക്നോളജിയിൽ വിത്തൗട്ട് പോട്ട് കൺസെപ്റ്റ്, മണ്ണ് മാത്രം, മണ്ണിൻ്റെ ഒരു ബോള് പ്ലസ് വിത്തൗട്ട് പോട്ട് കൺസെപ്റ്റാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ അടിപൊളിയാണ് സംഭവം. ഇതിപ്പോൾ കേരളത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഓർക്കിഡ്സിലാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓർക്കിഡ്സിലൊന്നും ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല, കാരണം അതിനുള്ള സാഹചര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ നമുക്ക് കൊക്കഡമോ എന്താണെന്ന് നമുക്ക് നോക്കാം. വാ. ഇതാണ് സംഭവം, നമ്മുടെ കൊക്കഡമോ. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ ഒരു അംശം നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ കൺസെപ്റ്റ്, അതായത് കൊക്കഡമോയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കും അതിൻ്റെ ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്ത് തരാം. ബാ. കൊക്കഡമോ ഉണ്ടാക്കാനായിട്ട് 4 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, മണ്ണ്. പോട്ടി മിക്സ് ചെയ്തിട്ടുള്ളതാണെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. ചാണകപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ്. രണ്ടാമത്, ഒരു പച്ച കളർ നൂല്, പിന്നെ പായൽ, ഒരു പച്ച തുണി. ഇത് മാത്രമാണ് ഈ സംഭവം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിക്കളയാം. കുറച്ച് ചാണകപ്പൊടി ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ചെടിക്കോട്ടും വളമില്ലാതെ ആയി പോയാലോ. ചാണകപ്പൊടി മണ്ണുള്ള മിക്സാണ്. ഇത് മുമ്പ് കൂടി ഉണ്ടായിരുന്ന കാരണം കിട്ടുന്നതാണ്, മസ്റ്റൊന്നും അല്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിത് നന്നായി മിക്സ് ചെയ്യുന്നതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എങ്ങനെ നമുക്കിതിനൊരു ബോള് പരുവാക്കാം. കൊച്ചു ബോള് പരുവത്തിലാക്കാം. നോക്കാം. ഓക്കെ, ഇതാണ്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഇങ്ങനെ അടർത്തിയിട്ടാണ് നമ്മളതിൽ പ്ലാന്റ് വെക്കുന്നത്. ഈ പോട്ടി മിക്സിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇതാ, ഇപ്പോൾ ഈ റോസിൻ്റെ തൈയാണ് എടുക്കുന്നത്. ഇതാ, ഇതിൻ്റെ ഏകദേശം നമുക്ക് സെൻറ്റർ പിടിച്ചിട്ട് ഇതിനെ ഏകദേശം നമ്മൾ സെൻറ്റർ ആക്കിയിട്ട് ഈ ബോൾ പരുവത്തിൽ അതിൻ്റെ നടുവിൽ വരുന്ന റോസ് വരുന്ന തരത്തിൽ നമ്മളിതിനെ പോട്ട് ചെയ്യണം. നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അടുത്തത് നമ്മളിതാണ് ഉപയോഗിക്കുന്നത്, ഈ ചെടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പോട്ട് ചെയ്യാമെന്ന് നോക്കാം. ചിലവർക്ക് മണ്ണിങ്ങനെ ഡയറക്റ്റ് തൊടാൻ വലിയ താല്പര്യമില്ലാത്തവരുണ്ടാവും. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ലാത്ത കാരണം ഞാനിങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് റോസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പ്ലാന്റ് റോസ് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒരു പച്ച തുണി വേണം. പച്ച തുണി യൂസ് ചെയ്തിട്ട് ഇത് കവർ ചെയ്യണം. ഈ ബോളൊന്ന് കവർ ചെയ്യണം. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഇതിനെ പൊതിയണം. നമ്മൾ ചെടിച്ചട്ടി യൂസ് ചെയ്യുന്നില്ല. ഈ മണ്ണ് വെള്ളം യൂസ് ചെയ്യുമ്പോൾ ഒലിച്ചു പോകാതിരിക്കാനാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ കവർ ചെയ്യണതിനെ, മണ്ണ് കുത്തി ഒലിച്ച് പോകാതിരിക്കുക എന്നുള്ള ഒരു മോട്ടീവാണിതിന്. നമ്മളിപ്പോൾ ഇതാ ഇതിൻ്റെ നൂല് കെട്ടുകയാണ്. നല്ല ഭംഗിയായിട്ട് കെട്ടുക. നൂല് പോകുന്നു വിചാരിച്ചിട്ട് അധികം കെട്ടാണ്ടിരിക്കണ്ട, നന്നായി കെട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. ഇത് സെക്കൻഡ് സ്റ്റേജ് കംപ്ലീറ്റഡ് ആയി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ തേർഡ് സ്റ്റേജായ പായൽ പിടിപ്പിക്കലോട്ട് പോവാം. അതിലും ഈ സംഭവം തന്നെ, നൂലുകെട്ട് തന്നെയാണ് പരിപാടി. അപ്പോൾ നമുക്ക് പായലെടുക്കാം. ബാ. ഓരോ സെറ്റ് പായൽ വെച്ചിട്ട് നമ്മളിങ്ങനെ നൂല് വെച്ചിട്ട് കെട്ടണം. പിന്നെ നമ്മുടെ കൊക്കഡമോ എന്ന് പറയുന്നത് വലിയ കാശിലോ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഒരു നൂല്, തുണി, മണ്ണ്,
അതുപോലെ തന്നെ പായൽ ഇപ്പോൾ അവൈലബിൾ ആവും, കാരണം മഴക്കാലമായ കാരണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി, മഴയൊക്കെ വരുന്നുണ്ട് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ കൊക്കുടുമയുടെ വിശേഷങ്ങളൊക്കെ കഴിയുകയാണ്. പിന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വലിയ പൈസ ചിലവില്ലാത്ത കാര്യമായി കാരണം എന്തായാലും ട്രൈ ചെയ്യണം. റിവ്യൂസ് എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്ന് വെച്ചാലും ചോദിക്കാം നിങ്ങൾക്ക്. കമൻറ്റ് ബോക്സിലെല്ലാം മെൻഷൻ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, എന്നാലാണ് നമ്മുടെ വീഡിയോസ് പുതിയതൊക്കെ കിട്ടുകയുള്ളൂ, നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ബൈ.